ബജാജ് ഓട്ടോ ലിമിറ്റഡ് ടു വീലർ സെഗ്മെൻറ്റിൽ 11.3% മാർക്കറ്റ് ഷെയറുള്ള കമ്പനി. അവരുടെ പ്രോഫിറ്റ് ആകട്ടെ അതിൻ്റെ തൊട്ട് താഴെ, ബജാജിൻ്റെ തൊട്ട് താഴെയുള്ള കമ്പനിയുമായി തുലനം ചെയ്താൽ ഇരട്ടിയോളം. കൃത്യമായി പറഞ്ഞാൽ ഹീറോ മോട്ടോകോപ്പിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 3900 ചില്ലാനം കോടിയാണ്. എന്നാൽ ബജാജിൻ്റേതാകട്ടെ അത് 7400 ചില്ലാനം കോടി ആണ് എന്നുള്ളത്, ഏകദേശം ഇരട്ടിയോളം. ബജാജാണ് നമ്പർ 1 ആയിട്ട് ഇന്ത്യയിലുള്ളത്. എന്തുകൊണ്ട് ഇത്രമാത്രം ബജാജ് വളർന്നു? ഓരോ എൻ്റർപ്രണറും പഠിക്കേണ്ടതാണ് ബജാജിനെ കുറിച്ച്. ബജാജിന് എപ്പോഴും വളർച്ചയും വീഴ്ചകളും ഉണ്ടായിട്ടുണ്ട്. ആ വീഴ്ചകളിൽ നിന്നെല്ലാം ബജാജിൻ്റെ മേധാവികൾ എങ്ങനെ അതിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നുള്ളത് ഓരോ എൻ്റർപ്രണറും പഠിക്കേണ്ടതാണ്. നമ്മൾ ബജാജുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിച്ച ഒരാളെ സമയത്തോളം അവർ കേട്ടിട്ടുണ്ടാവുക രാഹുൽ ബജാജിനെ കുറിച്ചും രാജീവ് ബജാജിനെ കുറിച്ചും. എന്നാൽ ബജാജിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് രാഹുൽ ബജാജിൽ നിന്നോ രാജീവ് ബജാജിൽ നിന്നോ അല്ല. ബജാജിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് 1926 1926 ജംനലാൽ ബജാജ് എന്ന് പറയുന്ന ഒരു എൻ്റർപ്രണർ, ഒരു സോഷ്യൽ റിഫോമർ, ഈവൻ എ ഫ്രീഡം ഫൈറ്റർ, അദ്ദേഹം എന്ത് ചെയ്യുന്നു? ബജാജ് ഫാക്ടറീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ഒരു മുൻഗാമിയുടെ ഒരു പേര് വെച്ചുകൊണ്ടുള്ള ഒരു കമ്പനി ആരംഭിക്കുകയാണ്. അത് കോട്ടൺ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ അദ്ദേഹം പിന്നീട് ഡൈവേഴ്സിഫൈ ചെയ്യുന്നുണ്ട്, സ്റ്റീൽ മേഖലയിലേക്ക് പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള ഡൈവേഴ്സിഫിക്കേഷൻസ് നടത്തുന്നുണ്ട്. ഇങ്ങനെ ഡൈവേഴ്സിഫിക്കേഷൻ നടത്തുന്നതിലും വിജയിപ്പിക്കുന്നതിലും അദ്ദേഹത്തിന് നല്ല കഴിവുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ വരുന്നൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഒരു ഫ്രീഡം ഫൈറ്റർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഫ്രീഡം ഫൈറ്റിങ്ങിൻ്റെ ഏറ്റവും ശക്തമായ തലത്തിലേക്ക് എത്തുമ്പോൾ ഫ്രീഡം ഫൈറ്റിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സമയം കൂടുതൽ വിനിയോഗിക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്യാനുള്ള സമയം അദ്ദേഹത്തിന് ഇല്ലാതെ പോയി. ഇങ്ങനെ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ മൂത്ത മകനായിട്ടുള്ള കമാൽ നായക് ബജാജ് എന്ന് പറയുന്ന ബിസിനസ്സിലെ നല്ല അധികായനായിരുന്നൊരു വ്യക്തി ഈ കമ്പനിയിലേക്ക് കടന്നു വരുന്നത്. കമാൽ നായക് ബജാജിനെ സമയത്തോളം അദ്ദേഹം ഒരു കാര്യം ഇവിടെ തിരിച്ചറിയുകയാണ്. ഇന്ത്യയിൽ സ്കൂട്ടേഴ്സ് ഇല്ല. റോയൽ എൻഫീൽഡ് അതേപോലെ BSA പോലെയുള്ള ചില കമ്പനികളൊക്കെ ചില ബൈക്കുകൾ ഇറക്കുന്നുണ്ടെങ്കിലും അവയൊക്കെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുക എന്നല്ലാതെ സാധാരണ ആളുകളിലേക്ക് എത്തുന്ന തരത്തിലുള്ള സ്കൂട്ടറുകളില്ല. അങ്ങനെ സ്കൂട്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പഠനം നടത്തുകയാണ്. അദ്ദേഹം കൃത്യമായി തന്നെ യൂറോപ്പിലൊക്കെ പോയ സമയത്ത് ഈ സ്കൂട്ടറുകൾ അവിടെ ഉപയോഗിക്കുന്ന സാധാരണ ആളുകൾ ഉപയോഗിക്കുന്ന അദ്ദേഹം എപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൻ്റെ രാജ്യത്തുള്ള ആളുകൾക്ക് ഇവ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്ത് വേണം, സ്കൂട്ടർ എന്ത് ചെയ്യണം, ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അതിന് വേണ്ട കാര്യങ്ങൾ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ എന്ന് അദ്ദേഹം പഠനം നടത്തുകയാണ്. 1945 അദ്ദേഹം ഈ വിഷയകമായി കൊണ്ടുള്ള ലൈസൻസ് ലഭിക്കാനും ഇമ്പോർട്ട് ചെയ്യാനുള്ള ലൈസൻസ് ലഭിക്കാനും വേണ്ടിയിട്ടൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. അവിടെ പലപ്പോഴും ഉദ്യോഗസ്ഥന്മാരും മറ്റൊക്കെ തന്നെ ഇതിനെ എങ്ങനെയെങ്കിലും സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. എന്നാൽ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ വലിയൊരു മാറ്റം സംഭവിച്ചത് ഈ പറഞ്ഞ കമാൽ നായകിൻ്റെ ബജാജ് കമ്പനിക്കും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള വളർച്ചയുടെ തുടക്കം അവിടെ നിന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അവിടെ വെച്ച് തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ലൈസൻസ് അദ്ദേഹം നേടിയെടുക്കുകയാണ് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും. ബ്രിട്ടീഷ് ഗവൺമെൻറ് പോയി ഇന്ത്യൻ ഗവൺമെൻറ് വന്നതോടുകൂടി ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും ഇത്തരത്തിലുള്ള ലൈസൻസ്, ഇമ്പോർട്ട് ലൈസൻസും എല്ലാം തന്നെ അദ്ദേഹം വാങ്ങിയെടുക്കുന്നു. അങ്ങനെ അദ്ദേഹം വെസ്പ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കൂട്ടർ നിരത്തിലിറക്കുകയാണ്. വെസ്പ എന്ന സ്കൂട്ടർ നിരത്തിലിറക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്കൂട്ടർ വരുന്നു. ഇങ്ങനെയെല്ലാം സംഭവിച്ചാലും ചില പ്രശ്നങ്ങൾ അതിനുണ്ടായിരുന്നു. ഒന്ന്, ഇറ്റാലിയൻ റോഡുകളിലാണ് യഥാർത്ഥത്തിൽ വെസ്പ അതിന് വേണ്ടിയിട്ടാണ് ഇറ്റലിക്ക് വേണ്ടി എന്ന് നമുക്ക് വളരെ ചുരുക്കി പറയാം. ഇറ്റലിക്ക് വേണ്ടി നിർമ്മിച്ചതായിരുന്നു ആ പറയപ്പെട്ട വെസ്പ എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ ഇമ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരുപാട് പണം ചിലവാകുന്നത് കൊണ്ട് തന്നെ ഈ സ്കൂട്ടർ വളരെ കോസ്റ്റ്ലി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് സാധാരണക്കാർക്ക് ഇതിനെ എന്ത് ചെയ്യാൻ കഴിയില്ല, വാങ്ങാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം വന്നു. ഇതിനെന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് കമാൽ നായക് പിന്നീട് ചിന്തിക്കുന്നത്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഇന്ത്യയിൽ ഇവ മാനുഫാക്ചർ ചെയ്താൽ, സ്കൂട്ടറുകൾ മൊത്തത്തിൽ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഇന്നത്തെ ഇന്ത്യ അല്ല അന്നത്തെ ഇന്ത്യ. അന്നത്തെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ലൈസൻസ് രാജ് എന്ന് പറയുന്ന ഒരു നൂലാമാലയിൽ പിടിച്ചു കെട്ടപ്പെട്ട ഒരു ഇന്ത്യയാണ്. അതുകൊണ്ട് തന്നെ ഇതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലൈസൻസ് കിട്ടാൻ വേണ്ടി തന്നെ അദ്ദേഹം ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. 1959 ഇത് വേണ്ട എല്ലാ ലൈസൻസുകളും അദ്ദേഹം എടുക്കുകയാണ്. എന്നതിന് ശേഷം 1960
പിയാജിയോയുമായി കൂടിച്ചേർന്നുകൊണ്ട് ഇവിടെ കൃത്യമായി തന്നെ പുതിയ ഒരു സ്കൂട്ടർ വിപണിയിൽ ഇറക്കുന്നു. വെസ്പ 150 വൻ വിജയമായിരുന്നു. അത് ഇന്ത്യൻ റോഡുകൾക്ക്, ഇന്ത്യക്ക് അനുയോജ്യമായ രീതിയിൽ ഡിസൈൻ ചെയ്യപ്പെട്ട ഒരു സ്കൂട്ടർ ആയതുകൊണ്ട് തന്നെ അത് വമ്പൻ വിജയമായിരുന്നു. അത് ബെസ്റ്റ് സെല്ലർ ആയിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. നമ്മൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഇരിക്കെയാണ് ഇത് ബജാജിന് വലിയൊരു കുതിപ്പാണ് ഉണ്ടാക്കിയത്. കമാൽ നായകിൻ്റെ ഈ ഒരു എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ബജാജ് വളർന്നു എന്ന് പറയാം. ഇനി ബജാജിനെ സമയത്തുള്ള ഒരു പ്രശ്നം പിന്നീട് കടന്നു വരുന്നത് 1971 1971 എന്ന് പറയുമ്പോൾ ബജാജിനെ സമയത്തോളം എന്താണ് മാറ്റം? പിയാജിയോ എന്ന് പറയുന്ന കമ്പനിയുമായിട്ടുള്ള അവരുടെ കോൺട്രാക്റ്റ് അവസാനിക്കുന്ന വർഷമാണ്. അപ്പോൾ പിയാജിയോ പിന്നീട് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ കോൺട്രാക്റ്റ് പുതുക്കാൻ അവർ തയ്യാറാവുന്നില്ല. അങ്ങനെ തയ്യാറാവാത്ത സമയത്ത് എന്താണ് സംഭവിക്കുക? പിയാജിയോ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ വെസ്പയ്ക്ക് നല്ല ഡിമാൻഡ് ഉണ്ട് എന്നുള്ളത് അവർക്കറിയാം, അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ ചിന്തിക്കുകയാണ്, വെസ്പ ഡയറക്റ്റ്ലി അവർക്ക് തന്നെ ഉണ്ടാക്കി കൊടുത്താൽ പോരെ, എന്തിനാണ് ബജാജിൻ്റെ ആവശ്യം എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ഇങ്ങനെ പിയാജിയോ ഒരു വശത്ത് നിൽക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരു കാലമായപ്പോഴേക്കും രാഹുൽ ബജാജാണ് ഇപ്പോൾ ബജാജിൻ്റെ മേധാവിയായിട്ടുള്ളത്. രാഹുൽ ബജാജ് ഈ വിഷയത്തെ വിശകലനം ചെയ്യുകയാണ്. അവിടെ കൃത്യമായി തന്നെ എങ്ങനെ ഇതിനെ ടാക്കിൾ ചെയ്യാമെന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. 2 ഓപ്ഷൻസാണ് അദ്ദേഹത്തിന് മുമ്പിലുള്ളത്. ഒന്ന്, ഇപ്പോൾ പിയാജിയോ പോലെയുള്ള മറ്റ് കമ്പനികളുമായിട്ട് കൂടിച്ചേർന്നുകൊണ്ട് സ്കൂട്ടറുകൾ ഇറക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്, വളരെ ചലഞ്ചിങ് ആസ് എൻ എന്റർപ്രണർ. എന്താണത്? ബജാജ് സ്വന്തം തന്നെ സ്കൂട്ടറുകൾ വിപണിയിൽ ഇറക്കുക. വളരെ റിസ്ക് ടേക്കിംഗ് ആയ ഒരു നല്ല എന്റർപ്രണർ ആയിരുന്നു രാഹുൽ ബജാജ് എന്നുള്ളതുകൊണ്ട് രാഹുൽ ബജാജ് എന്ത് ചെയ്യുന്നു? രണ്ടാമത് സെലക്ട് ചെയ്യുന്നു. ബജാജ് സ്വയം ഒരു സ്കൂട്ടർ വിപണിയിൽ ഇറക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു. 1972 വളരെ ഫേമസ് ആയിട്ടുള്ള ബജാജ് ചേതക്ക് ബജാജ് ഇറക്കുന്നത്. വളരെ വലിയ വിജയമായിരുന്നു ബജാജ് ചേതക്ക് എന്ന് പറയുന്നത്. ഓരോ ആളുകളും അതിനെ പ്രശംസിക്കുകയും മാക്സിമം കഴിയുന്നത്ര ഒരു ബജാജ് ചേതക്ക് സ്വന്തമാക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു ഇന്ത്യയിൽ നിന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്രത്തോളം വന്നു കഴിഞ്ഞാൽ ബജാജ് ചേതക്ക് ലഭിക്കാൻ 10 വർഷം വെയിറ്റിംഗ് പീരീഡൊക്കെ വന്നിരുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ആ കാലത്ത് കല്യാണങ്ങൾ പോലും മാറ്റി വെച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. ബജാജ് ചേതക്ക് കിട്ടിയതിന് ശേഷം വിവാഹം എന്നൊരു രീതിയിലേക്ക് മാറിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ബജാജ് ചേതക്ക് ഇറക്കുന്ന സമയത്ത് ബജാജിന് ഈ കോമ്പറ്റീഷൻ ഇല്ല എന്നല്ല. LMLൻ്റെ വണ്ടിയുണ്ട്, സ്കൂട്ടറുണ്ട്, അതേപോലെ വിജയ് സൂപ്പർ എന്ന സ്കൂട്ടറുണ്ട്. ഇവരുമായി ബന്ധപ്പെട്ട് തുലനം ചെയ്ത് കഴിഞ്ഞാൽ ബജാജ് ചേതക്ക് ഒരുപാട് ക്വാളിറ്റി വൈസ് മറ്റെല്ലാം തന്നെ മുന്നിലായിരുന്നു. പ്രധാനമായിട്ടും ഇതിൻ്റെ ഡിസൈൻ വളരെ നല്ല ഡിസൈനായിരുന്നു. രണ്ടാമത്തതിൻ്റെ അഫോർഡബിലിറ്റി എന്ന് പറയുന്നത്, അത് വിലക്ക് വാങ്ങാൻ നോക്കുകയാണെങ്കിൽ അത് വില കുറഞ്ഞ വണ്ടിയാണത്, എന്നാൽ ക്വാളിറ്റിയിൽ മുമ്പിലുമാണ്. നല്ല മാർക്കറ്റിംഗ് യഥാർത്ഥത്തിൽ ബജാജ് നൽകിയത് കൊണ്ട് തന്നെ അഡ്വർടൈസ്മെൻറ്റിലും മറ്റുമൊക്കെ യഥാർത്ഥത്തിൽ ഒരുപാട് ബജാജിനെ കുറിച്ച് ആളുകൾക്ക് പെട്ടെന്ന് അറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഏതായാലും മാർക്കറ്റ് ലീഡറായിട്ട് ബജാജ് മാറി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ ചേതക്ക് വെച്ചു. എന്നാൽ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ വലിയ വളർച്ചയാണ്. പക്ഷേ കുറേ കാലം കഴിഞ്ഞപ്പോൾ ബജാജ് ചേതക്കിന് ഡിമാൻഡ് കുറഞ്ഞു വരാൻ തുടങ്ങി, താഴോട്ട് വന്നുകൊണ്ടിരുന്നു. എന്താണ് വിഷയം? മോട്ടോർ സൈക്കിളുകൾ വരാൻ തുടങ്ങി. യമഹ RX100, ഹീറോയുടെ CD100 പോലുള്ള മോട്ടോർ സൈക്കിളുകൾ. അവ അന്നത്തെ യുവാക്കളെ സമയത്തുള്ള, അപ്പോൾ സ്കൂട്ടർ 2 വീലേഴ്സ് എന്ന് പറഞ്ഞാൽ യുവാക്കളാണല്ലോ മെയിൻ ആയിട്ടുള്ള അത് ഉപയോഗിക്കുന്നതിൽ കൂടുതലുണ്ടാവും. അല്ലെങ്കിൽ അവരാണ് കൂടുതൽ ഈ 2 വീലേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന, 2 വീലറിൽ ആകർഷിക്കപ്പെടുന്ന ആളുകളെന്ന് പറഞ്ഞാൽ യുവാക്കളാണ്. അവരെ സമയത്തോളം ഇങ്ങനെയുള്ള മോട്ടോർ സൈക്കിളുകളാണ് അവർ പ്രിഫർ ചെയ്തത്. അതുകൊണ്ട് തന്നെ ചേതക്ക് വളരെയധികം എന്ത് ചെയ്തു, അത് ഇടിഞ്ഞുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ചേതക്കിൻ്റെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, ചേതക്കിൻ്റെ എൻജിൻ എന്ന് പറയുന്നത് വലതുവശത്ത് ആയിരുന്നുകൊണ്ട് തന്നെ അതിന് ചെറുതായിട്ട് വലത്തോട്ടുള്ള ഒരു വെയിറ്റിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. അതും ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിക്കൊണ്ട് പറയുന്നുണ്ട്. ഏതായാലും രാഹുൽ ബജാജ് ഈ വിഷയത്തെ ടാക്കിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം കാലിബർ, ബോക്സർ പോലുള്ള ഓരോ മോട്ടോർ സൈക്കിളുകൾ ഇറക്കുകയും അത് ഇറക്കിക്കൊണ്ട് എങ്ങനെയായിരിക്കും മാർക്കറ്റ് സ്ഥിതി എന്ന് അദ്ദേഹം വീക്ഷിക്കുകയും ചെയ്തു. എന്നാൽ ഈ പറയപ്പെട്ട രീതിയിൽ യമഹയുടെ RX100 ഹീറോ ഹോണ്ടയുടെ CD100 അതിന് കോമ്പീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം.
ഈ ഒരു സമയത്താണ് രാഹുൽ ബജാജിൻ്റെ മകൻ രാജീവ് ബജാജ് വരുന്നത്. രാജീവ് ബജാജിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ഈ വിഷയമായി നന്നായി പഠിച്ച് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പഠിച്ച് എല്ലാം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദമുള്ള ഒരാളാണ് രാജീവ് ബജാജ് എന്ന് പറയുന്നത്. രാജീവ് ബജാജ് വന്ന ഉടനെ ബജാജിൽ ചെയ്യുന്ന അദ്ദേഹം 5 വർഷത്തോളം R&D ലുമാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ. 5 വർഷം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, മൂർച്ച കൂട്ടുന്ന ആയുധം മൂർച്ച കൂട്ടണമെന്ന് നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. നോക്കൂ, ഇതേപോലെ R&Dയിൽ വർക്ക് ചെയ്യുകയാണ്. എന്താണ് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ആവശ്യം, ഇന്ത്യൻ യുവതയുടെ ആവശ്യം എന്താണ് ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ സ്ഥിതി എന്ന് അദ്ദേഹം വളരെയധികം ആഴത്തിൽ പഠിക്കുകയാണ്. അദ്ദേഹം ആഴത്തിൽ പഠിച്ച സമയത്ത് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നു. ഒന്ന്, ചെറുകിട ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിളുകളുടെ സെഗ്മെൻറ്റ് ഇന്ത്യയിലുണ്ട്. ഇനി അതേപോലെ തന്നെ ഹെവി ആയിട്ടുള്ള സെഗ്മെൻറ്റുകളും ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇവ തമ്മിലൊരു ഗ്യാപ്പ് അദ്ദേഹത്തിന് കൃത്യമായി കാണാൻ കഴിയുന്നു. ആ ഗ്യാപ്പ് എന്താണ്? മിഡിൽ വെയിറ്റ് ഉള്ള വാഹനങ്ങൾ, 2 വീലേഴ്സ്. ഇത് അദ്ദേഹം കണ്ടെത്തുന്നു. ഇവിടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഒരു അവസരമുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. അങ്ങനെ അദ്ദേഹം മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു മോട്ടോർ സൈക്കിൾ ഡിസൈൻ ചെയ്യുന്നു. അതായിരുന്നു ബജാജ് പൾസർ എന്ന് പറയുന്ന വളരെ ഇന്ത്യൻ മാർക്കറ്റിനെ തന്നെ പിടിച്ചുലച്ച ബജാജ് പൾസർ. ബജാജ് പൾസറിൻ്റെ പ്രത്യേകത ലൈറ്റ് വെയിറ്റും അല്ല, എന്നാൽ ബുള്ളറ്റിനെ പോലെ ഹെവി വെയിറ്റും അല്ല, ഇതിൻ്റെ ഇടയിലുള്ളതാണ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. നല്ല ഡിസൈന്, യുവാക്കളെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡിസൈന്, അതേപോലെ തന്നെ നല്ല പവർ, ഇങ്ങനെ എല്ലാം വന്നതോടുകൂടി ഇതൊരു യുണീക്ക് ആയതുകൊണ്ട് തന്നെ ബജാജിൻ്റെ തലവര അതോടുകൂടി മാറി എന്ന് പറയാം. ഇങ്ങനെ ബജാജിലേക്ക് വരുന്നു. പിന്നീട് ബജാജ് ഡൈവേഴ്സ് ചെയ്യുന്നുണ്ട്, ഈവൻ ഫിനാൻസ് രംഗത്തേക്ക് വരെ വരുന്നുണ്ട്. നമ്മളിവിടെ മനസ്സിലാക്കുന്നത് 2001 ഡാറ്റ പ്രകാരം 1.8 കോടി 2 വീലേഴ്സാണ് ബജാജ് പുറത്തിറക്കിയിട്ടുള്ളത്. ഇനി 3 വീലേഴ്സിൻ്റെ കാര്യം പറയും വേണ്ട, അതിൽ അവർ തന്നെയാണ് വലിയ മുന്നിലുള്ളത്. ഇനി എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ 2 വീലർ എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കമ്പനി എന്ന് പറയുന്നത് ബജാജാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ബജാജ് എന്ന കമ്പനി, ഇത് നോക്കൂ, നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മളിങ്ങനെ പരിശോധിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അതിന് വളർച്ചയും തളർച്ചയും ഉണ്ടാകുന്നുണ്ട്. തളരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മതി, ഇനി വേണ്ട, അത് പറ്റില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയല്ല ഓരോ ബജാജിൻ്റെ മേധാവികളായി വന്നിട്ടുള്ള ഓരോ ആളുകളും ചെയ്തിട്ടുള്ളത്. അവർ നിരന്തരമായി പരിശ്രമിക്കുകയും തടസ്സങ്ങളെ മുഴുവൻ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ എൻ്റർപ്രണേഴ്സിന് ഒരുപാട് ബജാജ് ഗ്രൂപ്പ്, ബജാജ് ഫാമിലിയുടെ ചരിത്രം പഠിച്ചതിൽ നിന്ന് നമുക്ക് ഓരോ എൻ്റർപ്രണേഴ്സിനും ഒരുപാട് പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്.